ശീലങ്ങളും പെരുമാറ്റങ്ങളും ഒന്ന് നന്നായി പരിശോധിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പെരുമാറ്റങ്ങൾ പരിശോധിക്കുന്നതിലൂടെ നിങ്ങളുടെ അഭികാമ്യമല്ലാത്ത ശീലങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിന്നും ഉണ്ടാവുന്നത് നിങ്ങൾ നിർണ്ണയിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നത് അല്ലെങ്കിൽ ആജീവനാന്ത വിജയത്തിൻ്റെ നിർണായക ഘടകമായിരിക്കുന്നത് ഇതാണ്. അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ മനസ്സിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അഥവാ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അതിനെ പുനർക്രമീകരിക്കാനും നമുക്ക് ഉപയോഗിക്കാവുന്ന ഇവിടെ പറയുന്നു. അഥവാ നമ്മുടെ ഉപബോധ മനസ്സിന് എന്താണ്, നാം ചിലപ്പോൾ അതിൻ്റെ ശക്തിയെ അവഗണിക്കുമെങ്കിലും നമ്മുടെ ശാരീരിക, മാനസിക, ആത്മീയ ക്ഷേമത്തെ വളരെയധികം സ്വാധീനിക്കുന്ന മനസ്സിൻ്റെ ഒരു ഭാഗമാണ് ഉപബോധ മനസ്സ്. അഥവാ ഉപബോധ മനസ്സ് നിരന്തരം ബോധ മനസ്സിൽ നിന്നും പഠിക്കുന്നു. അതായത് അതിനെ നിയന്ത്രിക്കാനും പ്രോഗ്രാം ചെയ്യാനും കഴിയും. എന്നാൽ ഉപബോധ മനസ്സിൻ്റെ പ്രോഗ്രാം ചെയ്യുന്നതിന് മനഃപൂർവ്വമായ ഒരു ജോലി വളരെ ആവശ്യമാണ്. അഥവാ മനഃപൂർവ്വമായ ഒരു ഹാബിറ്റ് വളരെ ആവശ്യമാണ്. ഉപബോധ മനസ്സ് എപ്പോഴും നമ്മൾ ജീവനോടെ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അഥവാ നമ്മുടെ ജീവിതത്തിൽ ചില പെരുമാറ്റ രീതികൾ മാറ്റുന്നതിന് എന്ത് വില നൽകിയാലും, എത്ര വില നൽകിയാലും, ഉദാഹരണത്തിന് നമ്മുടെ ഉപബോധ മനസ്സ് പൂർണ്ണമായും സൗമ്യവും അല്ലെങ്കിൽ സാധാരണയായ ഒരു പ്രവർത്തനത്തിൽ നമ്മുടെ പോരാട്ടം അല്ലെങ്കിൽ പ്രതികരണത്തിന് കാരണമാവുകയും അല്ലെങ്കിൽ ഭീഷണിയായി വീക്ഷിച്ചേക്കാവുന്ന കാരണങ്ങളും ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഉള്ളിൽ കിടക്കുന്നു. അല്ലെങ്കിൽ മുൻകാല ആഘാതത്തിൻ്റെ ഫലമായോ ആ ഭയത്തിൻ്റെ ഫലമായോ നമ്മുടെ ശരീരം സ്ഥിരീകരണങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സ് നിരന്തരം നമ്മൾ നെഗറ്റീവ് ചിന്തകൾ വളർത്തുന്നുണ്ടെന്ന് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് കോപമോ അല്ലെങ്കിൽ ഒരു അശുഭാപ്തി വിശ്വാസമോ ഉള്ള മനോഭാവങ്ങൾ നമ്മൾ നിരന്തരമായി അതിന് കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനോട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, ആ ഉപബോധ മനസ്സിലെ നെഗറ്റീവ് ചിന്തയെ ഒരു ബോധപൂർവമായിട്ട് തന്നെ നമ്മൾ പോസിറ്റീവായി ഉപയോഗിച്ച് നേരിടാൻ തുടങ്ങേണ്ടതാണ് ഈ പോസിറ്റീവ് സ്ഥിരീകരണം. നെഗറ്റീവ് ചിന്തകൾ, നമ്മൾ വികാരമോ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ ഉയർന്നു വരുമ്പോൾ ദിവസം മുഴുവൻ ഉപയോഗിക്കാൻ ഒരു പോസിറ്റീവ് മന്ത്രം തിരഞ്ഞെടുക്കുക. അഥവാ നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള പറയലുകൾ അങ്ങനെയാണെന്ന് ഉറപ്പാക്കുക. അഥവാ ഏതെങ്കിലും നെഗറ്റീവായ ഭാഷയെ അടിസ്ഥാനമാക്കിയാണ് ഒരു കാര്യം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ, അതായത് എനിക്ക് കലഹവും അല്ലെങ്കിൽ നിഷേധാത്മകവും ഒഴിവാക്കണം എന്നാണ് നമ്മൾ പറയുന്നതിന് പകരം എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഞാൻ അറിയിക്കുന്നു എന്ന് പറയുക. അടുത്തതായി ഒരു ദൃശ്യവൽക്കരണം. അഥവാ നമ്മുടെ ഉപബോധ മനസ്സ് മുൻകാല അനുഭവങ്ങളിൽ നിന്നും പഠിക്കുകയും അങ്ങനെ നല്ല അനുഭവങ്ങൾ ആവർത്തിക്കാനും നെഗറ്റീവ് അനുഭവങ്ങൾ ഒഴിവാക്കാനും ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഈ ഒരു കാര്യം നമ്മുടെ ചില കാര്യങ്ങളിൽ വന്നേക്കാം. അഥവാ നമ്മുടെ ഉപബോധ മനസ്സ് പുതിയ അനുഭവങ്ങളിലോ അല്ലെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിച്ചേക്കാവുന്ന അനുഭവങ്ങളിലോ ഇടപെടുന്നത് തടയാൻ നമ്മുടെ ദൃശ്യവൽക്കരണം അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഇമാജിനേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന യഥാർത്ഥങ്ങളുടെ പതിവ് പോസിറ്റീവ് ആക്കുക. വിശദമായ ദൃശ്യവൽക്കരണം ഉപയോഗിക്കുന്നതിലൂടെ പോസിറ്റീവ് ഫലങ്ങൾ സാധ്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ നമ്മുടെ ഉപബോധ മനസ്സിനെ പരിശീലിക്കാൻ കഴിയും. അതുപോലെ ഹിപ്നോസിസ് അഥവാ ദൃശ്യവൽക്കരണത്തിൻ്റെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഹിപ്നോസിസ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ദൈനംദിന ആശങ്കകൾ, ഉത്കണ്ഠകൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അലഞ്ഞു തിരിയുന്ന ചിന്തകൾ എന്നിവ തടസ്സപ്പെടുത്താതെ തന്നെ നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഉപബോധ മനസ്സിനെ നേരിട്ട് സ്വാധീനിക്കുമ്പോൾ ഹിപ്നോസിസ് നിങ്ങളുടെ ബോധ മനസ്സിനെ പിന്നോട്ട് മാറ്റാൻ അനുവദിക്കുന്നു. ധാരാളം പ്രൊഫഷണൽ ഹിപ്നോട്ടിസുകൾ ഉണ്ട്. അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഉയർന്ന നിലവാരമുള്ള സ്വയം ഗൈഡൻസ് ആയ നിരവധി റെക്കോർഡിംഗ് ഉപയോഗിച്ച് ആദ്യം സ്വയം ഹിപ്നോസിസ് പരീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ആരംഭിക്കാം. ഇത് നമ്മുടെ ലക്ഷ്യങ്ങൾ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ ലക്ഷ്യത്തെ അനുയോജ്യമാക്കുന്നതിലേക്കും നമ്മളെ കൂടുതൽ നയിക്കുന്നു. ഇനി സബ്ലിമിനൽ ഓഡിയോയും അല്ലെങ്കിൽ വീഡിയോയും അതുപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കുറഞ്ഞ അധ്വാനത്തോടെ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാൻ സബ്ലിമിനൽ ഓഡിയോകളും വീഡിയോകളും ഉപയോഗിക്കാം. അഥവാ ആളുകൾ വൈവിധ്യമാർന്ന ഓഡിയോയും വീഡിയോയും ഉപയോഗിക്കാം. അല്ലെങ്കിൽ അതിൽ അഭിലഷണീയമായ കുറേ ഫലങ്ങൾ ഉളവാക്കാൻ സബ്ലിമിനൽ സന്ദേശങ്ങൾ ഉപയോഗിക്കുന്നു. അതായത് ഉദാഹരണത്തിന് ഉറക്കത്തിൽ വിദേശ ഭാഷ ഓഡിയോ കേൾക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിന് വിദേശ ഭാഷ സ്ഥാപിക്കാൻ സാധിക്കുമെന്ന് ചിലർ അവകാശപ്പെടുന്നു. ഈ പരിശീലനം അവർ ഉണർന്നിരിക്കുമ്പോൾ വിദേശ ഭാഷ പഠിക്കുന്നതോ എളുപ്പമാക്കുന്നു. അഥവാ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തുമ്പോൾ വിജയത്തിലേക്കുള്ള താക്കോൽ എല്ലായ്പ്പോഴും ആവർത്തനമാണ്. ഈ ആവർത്തനം എന്ന സ്വയം പരിചരണത്തിനായി സമയം നൽകുക എന്നാണ്. കുറഞ്ഞ 4 ആഴ്ചത്തേക്ക് രാത്രിയിൽ കിടക്കുമ്പോഴോ
നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തുമ്പോൾ വിജയത്തിലേക്കുള്ള താക്കോൽ എല്ലായ്പ്പോഴും ആവർത്തനമാണ്. അഥവാ ആവർത്തനം എന്ന സ്വയം പരിചരണത്തിനായി സമയം നൽകുക എന്നതാണ്. അഥവാ കുറഞ്ഞ 4 ആഴ്ചത്തേക്ക് രാത്രിയിൽ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ഉണരുമ്പോഴോ ആദ്യമോ എല്ലാ ദിവസവും 30 മിനിറ്റ് ഷെഡ്യൂൾ ചെയ്ത് ഇതിനെ പരിഗണിക്കുക. അഥവാ ഉപബോധ മനസ്സിലേക്കുള്ള സന്ദേശങ്ങൾ ഉപയോഗിച്ച് പരിശീലിക്കുക. മെഡിറ്റേഷൻ അഥവാ ധ്യാനം നമ്മുടെ ഉപബോധ മനസ്സിനെ ശാന്തമാക്കാനും നമ്മൾ നിർവഹിക്കേണ്ട ജോലികൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കുന്നു. അതിനാൽ ഈ ലിസ്റ്റിലെ ദൃശ്യവൽക്കരണം, പോസിറ്റീവ് സ്ഥിരീകരണങ്ങൾ തുടങ്ങിയ മറ്റു തന്ത്രങ്ങളുമായി ധ്യാനം അത്ഭുതകരമായി യോജിക്കുന്നു. അവ ഉപബോധ മനസ്സിലെ മാറ്റങ്ങൾ വരുത്തുന്നതിന് നമ്മുടെ ഉപബോധ മനസ്സ് കർശനമായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഉപബോധ മനസ്സിനെ നിർമ്മിക്കാൻ ധ്യാനം ഉപയോഗിക്കാം. അഥവാ നമ്മുടെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ശൈലി കണ്ടെത്താൻ വിവിധ തരം ധ്യാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് കുറച്ച് സമയമെടുക്കും. അഥവാ നമ്മുടെ ധ്യാന ദിനചര്യ ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാൻ അത് ഉപയോഗിക്കുന്നതിനപ്പുറം ഒരു പരിശീലനത്തിന് വളരെയധികം നേട്ടങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാവും. അടുത്തത് നമ്മുടെ ഇഷ്ടവും ശീലങ്ങളും നിയന്ത്രിക്കുക എന്നതാണ്. അഥവാ ചിലപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിനെ വീണ്ടും പ്രോഗ്രാം ചെയ്യുന്നത് ഒരു കേവലമായ ഇച്ഛാശക്തിയുടെ ഒരു പ്രവൃത്തി മാത്രമാണ്. നമ്മുടെ ഉപബോധ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന ശീലങ്ങൾ മാറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മൾ ചെയ്യാൻ ദൃഢനിശ്ചയം ചെയ്യുന്നു എങ്കിൽ തീർച്ചയായും ഇത് പറയുന്നതിനേക്കാൾ എളുപ്പമാണ് നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞ ശീലങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നത്. അഥവാ മികച്ച ഫലങ്ങൾക്കായി നമ്മുടെ ശീലങ്ങൾ അടുക്കി വെക്കൽ അല്ലെങ്കിൽ ഒരു ശീല ട്രാക്ക് നിർദ്ദേശം കൊടുക്കുക. അഥവാ എളുപ്പത്തിൽ ഒരു സമീപനത്തിനായി നമ്മൾ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ മാത്രമല്ല, നമ്മൾ കാണാൻ പ്രതീക്ഷിക്കുന്ന ഫലങ്ങളും നമ്മുടെ ഉപബോധ മനസ്സിനോട് പറയുക. അഥവാ ഓട്ടോ സജഷൻ അല്ലെങ്കിൽ സ്വയം നിർദ്ദേശം എന്നറിയപ്പെടുന്നു ഇത്. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ എഴുന്നേൽക്കാൻ തുടങ്ങുന്നു എന്ന് ബോധപൂർവം സ്വയം പറഞ്ഞാൽ വേണ്ടത്ര ബോധപൂർവമായ അല്ലെങ്കിൽ സമർപ്പണത്തോടെ നമ്മൾ അത് ചെയ്യുന്നതായി നമുക്ക് കാണാൻ തുടങ്ങിയേക്കാം. അഥവാ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനപ്പുറം അവ എഴുതി തുടങ്ങുക. അഥവാ നമ്മുടെ പ്രസ്താവന രേഖപ്പെടുത്തി ദിവസം മുഴുവൻ നമുക്കത് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ച് വെക്കുക, അല്ലെങ്കിൽ അത് കാണാൻ പറ്റുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെക്കുക. നമ്മുടെ ബാത്റൂമിലോ കണ്ണാടിയിലോ ലാപ്ടോപ്പിലോ അതുപോലെ ഏതൊരു ഭാഗത്താണ് നമ്മൾ പ്രത്യേകിച്ച് എപ്പോൾ സ്ഥിരമായി കാണുന്ന ഭാഗത്ത് അത് നമ്മൾ അവിടെ ഫിക്സ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഫോണുകളോ അല്ലെങ്കിൽ നമ്മുടെ പ്രസ്താവനത്തിൽ വാങ്ങിക്കുകയോ ദിവസം മുഴുവൻ പലതവണ ഇത് ശീലമാക്കുകയോ ചെയ്യുന്നത് നമുക്ക് കൊടുക്കുന്ന ഒരു ഓട്ടോ സജഷനാണ്. അത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ എളുപ്പമാക്കാൻ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ വളരെ ശക്തമായ ഒരു ഉപകരണമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പുനഃക്രമീകരിക്കാനും കഴിയും. ഈ 7 സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഇന്ന് തന്നെ നമ്മുടെ മനസ്സിനെ പുനഃക്രമീകരിക്കാൻ തുടങ്ങാനും നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മൾക്കെതിരെയല്ല മറിച്ച് നമ്മൾക്കായി പ്രവർത്തിക്കാൻ പരിശീലിക്കുകയും ചെയ്യുക.